ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യാണ്. നമ്മൾ തിരിച്ച് നമുക്കൊരു ഹോസ്റ്റൽ സെറ്റായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് എന്തെങ്കിലുമൊക്കെ കണ്ടവർക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം ഞങ്ങളുടെ ലഗേജ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താണ് നടുവിട്ട് പോകുന്ന പോലെ. അപ്പം നമ്മൾ ആ ലഗേജൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഒരു 2 BHK ആയിരുന്നു കേട്ടോ. അത് അൺഫർണിഷ്ഡ് ആയിരുന്നു. അതൊക്കെ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീനാക്കി നമുക്ക് തന്നപോലെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അങ്കിളുടെ വീടായിരുന്നു കേട്ടോ. അവർ ഭയങ്കര നമ്മളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് സ്വന്തം പിള്ളേരെ പോലെ. എന്നിട്ട് നമുക്ക് തന്നപോലെ തന്നെ വൃത്തിയാക്കി കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്ത് ഒരു 11-12 കൂടി ഞങ്ങൾ എല്ലാ പരിപാടിയും ഒതുക്കി ഞങ്ങളുടെ ലഗേജൊക്കെ തിരിച്ച് അൺപാക്ക് ചെയ്തിരുന്നൊക്കെ തിരിച്ച് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം ലഗേജ് ഉണ്ടായിരുന്നുകൊണ്ട് പ്രീമിയം ഊബർ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മളങ്ങനെ ചെന്ന് ഇന്നാണ് എന്തെന്നില്ലാത്ത ബ്ലോക്കായിരുന്നു. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് നിരങ്ങുമായിരുന്നു വണ്ടി. അതും ഭയങ്കര പൊടി. ഞാൻ തോന്നുന്നു ഇത്രയും ബ്ലോക്ക് ഞങ്ങളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ. അത് ബസ്സിൽ പോയപ്പം. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ കടയൊക്കെ ആയിട്ടോ പോയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ലുലുമാളിൽ പോയെന്ന് പറഞ്ഞാൽ ലുലുമാൾ കാണുമ്പോൾ വീണ്ടും നമുക്കൊരു വികാരം. എനിക്കങ്ങനെയാട്ടോ. എന്തേലും ലുലുമാളിൽ എത്ര പോയെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും കാണും. പക്ഷെ കന്നഡയിൽ ലുലു എന്ന് എഴുതിക്കുന്നത് നമ്മുടെ മലയാളത്തിലെ പോലൊക്കെ തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ബ്ലോക്കിലൊക്കെ കിടന്ന് 1.5 മണിക്കൂറും കണ്ട് എത്തേണ്ടത് ഏതാണ്ട് 2-2.5 മണിക്കൂറൊക്കെ എടുത്ത് ഒരു രീതിയിൽ നമ്മളങ്ങനെ ഡെസ്റ്റിനേഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് റൂമിലോട്ടൊക്കെ കയറി കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് പുറത്ത് പോയി ഒരു മാഗി. അവരും മലയാളിക്കടയായിരുന്നു. ഞങ്ങൾ നമ്മുടെ കടയിൽ പോയി ഞാനൊരു മാഗിയൊക്കെ കഴിച്ചു. കുറച്ച് നല്ല ചൂടായിരുന്നു കേട്ടോ. അതും നല്ല മസാലയായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അതിന് ഇട്ടതായിട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വൈകിട്ടൊന്നും എനിക്ക് തോന്നുന്നു 6:30 ആയിന്ന് തോന്നുന്നു. 6:30-7 കൂടി നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് വന്നു. ഇപ്പം ഞാനിങ്ങനെ ഹോസ്റ്റലിൽ വെറുതെ ഇരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ എടുക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.